നരേന്ദ്രമോദി 370+ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വങ്കത്തരമാണ് എന്ന് മോദിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് അവർ കാലുമാറ്റത്തിലൂടെ ഈ കുറവ് നികത്താൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ വാദിച്ചത്. അവിടെയാണ് നമ്മൾ ധരിക്കേണ്ടതെന്നാണ് CPMന്റെ സ്റ്റാൻഡ്. അതാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ്, സഖാവ് സീതാറാം യെച്ചൂരി, ഇവരെല്ലാം കേരളത്തിലും ഇന്ത്യയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്തുകൊണ്ടാണ്? ഓരോ സംസ്ഥാനങ്ങളെയും എടുത്താൽ 37+ എന്ന 370+ എന്നുള്ള മോദിയുടെ അക്കസംഖ്യ കള്ളമാണ്. എന്തുകൊണ്ട് വരില്ല? ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട NK പ്രേമചന്ദ്രൻ പറയുന്നത് എന്താണ്? നരേന്ദ്രമോദിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതിനർത്ഥം എന്താണ്? ഇന്നലെ ഉദ്ഘാടനം ചെയ്ത റെയിൽവേയുടെ പദ്ധതികൾ നടപ്പാക്കാൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും ഭാവിയിലും ഉണ്ടാകും. അങ്ങനെ ഭാവിയിലും നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ആഫീസും അവിടെ ഇതേപോലെ പ്രവർത്തിക്കാനുണ്ടാകും എന്ന് ഉറപ്പ് കൊടുക്കുന്ന NK പ്രേമചന്ദ്രൻ MP യഥാർത്ഥത്തിൽ NDAയുടെ തുടർഭരണം ആഗ്രഹിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭരണമല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. CPM പറയുന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് ഇന്ത്യ മുന്നണി ഉണ്ടാകുമെന്നാണ്. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് LDFന്റെ കാഴ്ചപ്പാട് പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട പൊടിവാർ സാർ പറഞ്ഞപ്പോൾ കോൺഗ്രസിന് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു. ശരിയായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് CPMന്റെ പൊസിഷൻ അല്ലെങ്കിൽ LDFന്റെ പൊസിഷൻ എന്താ? കേരളത്തിൽ ആര് ജയിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ BJP വിരുദ്ധ കൂട്ടുകെട്ടിനെ ബാധിക്കുന്ന വിഷയമേ അല്ല. കാരണം 2004 കേരളത്തിൽ കോൺഗ്രസിന് ഒരു MP പോലും ഉണ്ടാകാത്ത വിധം തോറ്റു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന് പ്രധാനമന്ത്രി സ്ഥാനം കിട്ടാൻ ഒരുപാടും ഉണ്ടായില്ല. ആന്റണി അടക്കം അവിടെ പോയി EM അടക്കം കേന്ദ്രമന്ത്രിമാരായിരുന്നു. KC വേണുഗോപാലും വയലാർ രവിയും. അപ്പോൾ കേരളത്തിൽ നിന്ന് കോൺഗ്രസിന് MP മാർ ജയിച്ചിട്ടില്ലെങ്കിലും കേന്ദ്രത്തിൽ കോൺഗ്രസിന് മന്ത്രിമാരുണ്ടാകും, പ്രധാനമന്ത്രി ഉണ്ടാകും എന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. LDF ഇപ്പോഴും പറയുന്നത് 2004 ആവർത്തിക്കട്ടെ എന്നാണ്. കാരണം എന്താണ്? കേന്ദ്രത്തിൽ നമുക്കൊരു സംവിധാനം വരാം. അടുത്ത പ്രധാനമന്ത്രി ആരാണ്? അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് പറഞ്ഞു, ഒരു കൊച്ചുകുട്ടി പോലും രാഹുൽ ഗാന്ധി വീണ്ടും പ്രധാനമന്ത്രിയാണ് എന്നൊരു അഭിപ്രായത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം എന്താണ്? ഇന്ത്യയുടെ യാഥാർത്ഥ്യം അതാണ്. അപ്പം എന്ത് വേണം? അവിടെയാണ് LDF പറയുന്നത്, നമുക്കൊരു ഉറപ്പ് കൊടുക്കാൻ ജനങ്ങൾക്ക്. എന്താണ് ഉറപ്പ്? ഒരു കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് 2024 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഉറപ്പ്, മോദി വീണ്ടും വരാൻ പാടില്ല. മോദിയെ പുറത്താക്കണം, അല്ല ഈ BJPയെ പുറത്താക്കണം. രണ്ടാമത്തെ ഉറപ്പ് എന്താണ്? അങ്ങനെ മോദിയെ പുറത്താക്കുന്നതോടുകൂടി BJPയെ പുറത്താക്കുന്നതോടുകൂടി രാജ്യത്തിന് ഒരു അസ്ഥിരതയുണ്ടാവില്ല. സ്റ്റേബിൾ ഗവൺമെൻറ് വേണം. അതിനെന്ത് വേണം? സ്റ്റേബിൾ ഗവൺമെൻറ്റിനെ ബാക്കി ഇന്ത്യ മുന്നിലെ സഖ്യശക്തികൾ കൊടുക്കും. നിങ്ങൾ ഒന്നുകിൽ ജയിലിലേക്ക് പോകാൻ പോവാണ്. നിങ്ങളുടെ മുന്നിൽ 2 ചോദ്യമേ ഉള്ളൂ. 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിലിൽ കിടക്കണോ? ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളുടെ മുന്നിലുള്ള ചോദ്യമാണ്. നിങ്ങൾ ജയിലിൽ കിടക്കണമെങ്കിൽ ഇവർക്കെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്രത്തിൽ ഈ മോദിയെയും BJPയെയും പ്രതിരോധിക്കുന്ന തരത്തിൽ ഗവൺമെന്റിൽ പ്രവർത്തിക്കൂ. അതല്ലേ ഈ ഇലക്ഷന്റെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശരി. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണോ കോൺഗ്രസ്സുകാരാണോ അവസാനം വരെ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട പൊടിവാർ സാറിന് സംശയം ഉണ്ടാവില്ലല്ലോ. CPMന്റെ ഭാവി എന്താണ്? CPMന് കാര്യത്തിലുള്ള ശക്തി എന്താണ്? ഒന്നുകിൽ പാർലമെന്റിൽ പോകുന്ന കാര്യം പോട്ടെ, അവിടുത്തെ പോരാട്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നാളെ ജയിലിൽ പോകേണ്ടി വന്നാൽ അതിനും തയ്യാറാന്ന് പറയുന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ കോൺഗ്രസിന് ഉറപ്പില്ല. പിന്നെ കോൺഗ്രസിന്റെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിന് വേണ്ടിയുള്ള കോൺഗ്രസും രണ്ടാണോ? എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് വേറെയായി? അത് വ്യത്യാസം ഉണ്ടാകണം. അവിടെ ബഹുമാനപ്പെട്ട പൊടിവാർ സാറിനോട് പറയുന്നത്, ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം എന്താ? മുമ്പ് നമുക്ക് ഓൾട്ടർനേറ്റീവ് ഇല്ലായിരുന്നു. ഒന്നുകിൽ LDF, മറ്റത് UDF. ഇപ്പം നമുക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ആ ഓൾട്ടർനേറ്റീവ് BJP ആണ്. ബഹുമാനപ്പെട്ട NK പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ ഓൾട്ടർനേറ്റീവാണ് BJP എന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയൊരു KPC പ്രസിഡന്റ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൽ നിന്നും എന്തോ വിശേഷപ്പെട്ട ഒരു കോൺഗ്രസ് ആണെന്ന് അങ്ങയുടെ വാദം ഒരിക്കലും നമ്മുടെ സമൂഹത്തിലെ ഒരാളും വിശ്വസിക്കില്ല. അതാണ് യാഥാർത്ഥ്യം.